ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുർമീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. സച്ചിദാനന്ദ സദ്ഗുരുനാഥ മഹാരാജ് ആശ്രമണാധിപതി കേശവാനന്ദ ഭാരതി സ്വാമിക്ക് നമസ്കാരം. കൂടിയിരിക്കുന്ന എല്ലാ ഭക്തങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഭാരതീയ ഗുരു സങ്കല്പമാണ് വിഷയം. കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് ഇന്നത്തെ സംഭാഷണം. ഹരി ഓം. എല്ലാവരും ഹരി ഓം. ഗുഡ്. ഗുരു എന്ന് കേട്ടിട്ടുണ്ടോ എല്ലാവരും? ആരാണ് ഗുരു? ഗുരു അധ്യാപകൻ, പിന്നെ അമ്മ, അച്ഛൻ, അപ്പൂപ്പൻ, അമ്മമ്മ, ചേട്ടൻ, സ്വാമി, പിന്നെ നൈസ്, വെരി നൈസ്. അറിവ് പകർന്ന് തരുന്നതെല്ലാവരും ഗുരുക്കന്മാർ. ശ്രേഷ്ഠ സംസ്ഥാനം. എന്താണ് അറിവ്? ആരെക്കുറിച്ചുള്ള അറിവ്? എല്ലാവരും. ഈശ്വരനെ കുറിച്ച് അറിയാമോ? അറിവ് അല്ലേ? കണക്കറിയാം, സയൻസ് അറിയാം, പൗരധർമ്മം അറിയാം, ഹിസ്റ്ററി അറിയാം. ഈശ്വരനെ കുറിച്ച്, ദൈവത്തിനെ കുറിച്ച് അറിയാമോ? അതിനാണ് അപ്പോൾ വന്നത്. ആരാണ് ഈശ്വരൻ? ആലോചിച്ചോ. ഇവിടെ ഈശ്വരൻ ഇവിടെ ആരാണ്? കാണാൻ പറ്റുമോ? പറ്റില്ല. തൊട്ട് നോക്കാൻ പറ്റുമോ? പറ്റില്ല. എവിടെ ഇരിക്കുന്നു? എല്ലാ ആകാശത്തിൽ, കൈലാസത്തിലുണ്ട്, വൈകുണ്ഠത്തിലുണ്ട്, എല്ലായിടത്തും ഉണ്ട് അല്ലേ ഈശ്വരൻ? എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു. എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന എത്ര വസ്തുവുണ്ട്? ഒന്നല്ലേ ഉള്ളൂ, ഈശ്വരൻ മാത്രമല്ലേ ഉള്ളൂ. നമ്മളെല്ലാം എത്ര സ്ഥലത്തല്ലേ ഇരിക്കുന്നത് അല്ലേ? എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ആരാണപ്പോ? ഈശ്വരൻ. ഈശ്വരന്റെ ശക്തിയോ നമുക്ക് അളക്കാൻ പറ്റുമോ? എല്ലാ ശക്തിയുടെ ഉറവിടം എവിടെ നിന്നാണ്? ഈശ്വരൻ. ഈശ്വരനാണെങ്കിലോ ഭയങ്കര ശക്തനാണ് അല്ലേ? സർവശക്തൻ ഈശ്വരൻ. എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു. എല്ലായിടത്തും, അകത്തും പുറത്തും ഈ കണ്ടകടാഹം മൊത്തവും വ്യാപിച്ചിരിക്കുന്നു. അപ്പം എന്ത് പറയാം? സർവവ്യാപി. സർവടത്തും വ്യാപിച്ചിരിക്കുന്നു ഈശ്വരൻ. സർവവ്യാപി, പിന്നെ സർവശക്തൻ. പിന്നെയോ അറിവെന്ന് പറഞ്ഞില്ലേ? എല്ലാ അറിവുകളും ഒരുമിച്ച് അറിയുന്ന ആൾ എത്ര ആളുണ്ട്? ഈശ്വരൻ മാത്രമല്ലേ ഉള്ളൂ. നമുക്കെല്ലാം കുറേശ്ശെ അറിവുകളേ ഉള്ളൂ. നമുക്കെല്ലാം അല്പ അറിവുകളേ ഉള്ളൂ. എല്ലാ അറിവും അറിയുന്ന ആളാര്? ഇപ്പൊ സർവജ്ഞൻ എന്ന് പറയാം. സർവജ്ഞൻ, എല്ലാ അറിവിൻ്റെയും ഉടമ. ഇപ്പൊ എന്തൊക്കെ പറഞ്ഞു? സർവവ്യാപി, സർവശക്തൻ, സർവജ്ഞൻ, എല്ലാവരും. മൂന്നായി. പിന്നെ എവിടെയൊക്കെ ഇരിക്കുന്നു? എല്ലായിടത്തും ഉണ്ട്. പിന്നെ എവിടെയൊക്കെ ഉണ്ട്? ആശ്രമത്തിൽ
ആശ്രമത്തിലുണ്ട് ഇവിടെ ഒരുപാട് സ്വാമി സഹിതം എല്ലാവരും ഇവിടെയൊക്കെ ദൈവം ഈശ്വരിക്കുകയാണ്. കൂടാതെ ഇവിടെ കൂടെ ഉണ്ട് നമ്മുടെ ശരീരത്തിലും. അപ്പൊ അന്തര്യാമല്ലോ നമ്മുടെ വേദാന്തത്തില് അന്തര്യാമി എന്താണ് ആ വാക്കൊന്നും മക്കളെ ചൊല്ലിക്കേക്കട്ടെ. അന്തര്യാമി അന്തര്യാമി. അപ്പൊ ഇതൊക്കെ പറഞ്ഞു. സർവവ്യാപി, ശക്തൻ, സർവജ്ഞൻ, അന്തര്യാമി. മനസ്സിലായോ? ഇതാണ് ഈശ്വരൻ. അപ്പോൾ ഈശ്വരനെ നമുക്ക് കാണാൻ പറ്റില്ല, തൊടാൻ പറ്റില്ല. എല്ലാ ഈ കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ എങ്ങനെ കാണും നമുക്ക്? അതിനാണ് ഓരോ രൂപം ഉണ്ടാക്കി വെച്ചതില്ലേ. സ്വാമിയുടെ എന്തെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ശിവന്റെ ഉണ്ട്, ശിവനെ കാണുന്നുണ്ട് ഇവിടെ. ശിവന്റെ ഒരു ബിംബം കാണുന്നില്ലേ? അതായിരിക്കും ചന്ദ്രക്കലയൊക്കെ ആയിട്ട് ശിവൻ കണ്ട. കൃഷ്ണനുണ്ടല്ലോ. പിന്നെ ആരൊക്കെ ഉണ്ട്? ദേവിയുണ്ട്, ഭദ്രകാളിയുണ്ട്, പിന്നെ ഗണപതിയുണ്ട്, പാർവതി ദേവിയുണ്ട്, ചട്ടമ്പി സ്വാമികളുണ്ട്, വിവേകാനന്ദ സ്വാമിയുണ്ട്, അഭയദാനന്ദ സ്വാമികളുണ്ട്, സുഗുണാനന്ദ സ്വാമികളുണ്ട്, ശങ്കരാചാര്യ സ്വാമികളുണ്ട്, സുഗുണാനന്ദ സ്വാമികളുണ്ട്, രമണ മഹർഷിയുണ്ട്, അമൃതാനന്ദമയ്യമ്മയുണ്ട്, ശാരദാദേവിയുണ്ട്, ശ്രീരാമകൃഷ്ണദേവനുണ്ട്, ശ്രീനാരായണ ഗുരുവുണ്ട്. ആരൊക്കെ ഉണ്ട്? എല്ലാവരും ഗുരുക്കന്മാരുണ്ടല്ലേ. സിദ്ധി ബാബയുണ്ട്, തൃശ്ശൂർ വെങ്കിട്ടരാമൻ ഗുരുവാണ്. ഇവരെല്ലാവരും ഗുരുക്കന്മാരാണ്. നമ്മുടെ ഇവരെല്ലാവരും ഗുരുക്കന്മാരാണ്. അപ്പൊ ഈ നേരത്തെ പറഞ്ഞ ഈശ്വരനെ കാണാൻ പറ്റാത്തതുകൊണ്ട് സൂക്ഷ്മമാണെന്ന് പറയാം, കാണാൻ പറ്റില്ല. അപ്പം അതിനെ സ്ഥൂല രൂപത്തിൽ കൊണ്ടുവരും. നമുക്ക് കാണാൻ വേണ്ടി സ്ഥൂല രൂപത്തിൽ കൊണ്ടുവന്നാണ് ഈ വിഗ്രഹങ്ങളൊക്കെ. ഗണപതി, പാർവതി, ലക്ഷ്മി കണ്ടില്ലേ? അങ്ങനെ ഹനുമാനുണ്ട്, ഹനുമാൻ സഹിതമുണ്ട്, ശ്രീരാമചന്ദ്രനുണ്ട്, ഗുരുവായൂരപ്പനുണ്ട്, എല്ലാവരും. അപ്പൊ എത്ര ദൈവങ്ങളുണ്ട് നമുക്ക്? എത്രയോ ദൈവങ്ങളായില്ലേ? എത്രയോ കണ്ട. ഈ ദൈവങ്ങളിലേക്ക് നമ്മൾ എങ്ങനെ നമിക്കും? വക്രതുണ്ട മഹാകായ കേട്ടിട്ടുണ്ടോ? വക്രതുണ്ട മഹാകായ കോടി സൂര്യ സമപ്രഭ നിർവിഘ്നം ഗുരുമേ ദേവ സർവകാര്യേഷു സർവദാ. നമ്മുടെ സർവകാര്യങ്ങളും സർവസമയത്തും വിഘ്നം കൂടാതെ കാത്തുരക്ഷിക്കുന്നപ്പോൾ ആരാണ്? ഈശ്വരൻ ഗണപതി ഭവന്റെ രൂപത്തിലാണ്. ആ ഈശ്വരൻ ഗണപതി ഭവൻ രൂപത്തിൽ നമ്മുടെ വിഘ്നങ്ങളൊക്കെ മാറ്റിത്തരും. അതുകൊണ്ട് അദ്ദേഹത്തെ വിഘ്നേശ്വരൻ പറയുന്നു, ഇല്ലേ? ഏത് കർമ്മം ചെയ്യുമ്പോൾ ആദ്യം ആരെയാണ് നമ്മൾ ആരാധിക്കുന്നത്? ഗണപതി. തുടക്കത്തിൽ ഗണപതി. അത് കഴിഞ്ഞ് ആരെ ഭജിക്കണം? അമ്മ അല്ലേ? ദേവിയല്ലേ? ദേവിയല്ലേ നമ്മൾ പരീക്ഷിക്കുന്നത്? സരസ്വതി ദേവിയല്ലേ പഠിത്തം തരുന്നത്? ലക്ഷ്മി ദേവിയല്ലേ ഐശ്വര്യം തരുന്നത്? ആ ദേവി എങ്ങനെ ഭജിക്കും? സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണ നമോസ്തുതേ. നിങ്ങളൊന്ന് ചൊല്ലി കേട്ടെ. സൃഷ്ടി സ്ഥിതി വിനാശാനാം ശക്തിഭൂതേ സനാതനേ ഗുണാശ്രയേ ഗുണമയേ നാരായണ നമോസ്തുതേ. ശരണാഗത ദീനാർത്ത പരിത്രാണപരായണേ സർവസ്യാർത്ഥി ഹരേ ദേവി നാരായണ നമോസ്തുതേ. യാ ദേവി സർവഭൂതേഷു വിഷ്ണുമായേതി ശബ്ദിതാ നമസ്തസ്യൈ 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 നമോ നമഃ.
या देवी सर्वभूतेषु मातृरूपेण संस्थिता नमस्तस्यै 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 नमो या देवी सर्वभूतेषु शान्तिरूपेण संस्थिता नमस्तस्यै 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 नमो नमः അമ്മയാണ് നമ്മെ രക്ഷിക്കുന്നത് അല്ലേ? വീട്ടിലെ അമ്മ ഇപ്രകാരം നമ്മെ രക്ഷിക്കുന്നു. അതുപോലെ പഠിത്തത്തിലും ആരോഗ്യത്തിനും ബുദ്ധിക്കും ഒക്കെ നിലനിൽപ്പിനും ഒക്കെ രക്ഷിക്കുന്ന ആരാണ്? കാത്തു സൂക്ഷിക്കുന്ന ആരാണ്? അമ്മ, ദേവിയാണ് അല്ലേ? ദേവിയാണ് പ്രസ്തുതിച്ചത്. അപ്പം നിങ്ങളെല്ലാവരും ദിവസവും ആരെയൊക്കെ ഭജിക്കണം? ഗണപതി ഭവനെ ഭജിക്കണം, അമ്മയെ ഭജിക്കണം. ഗുരുവിനെ ഭജിച്ചു കഴിഞ്ഞു അല്ലേ? ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അടുത്തത് ഇനി അത് ദൈവത്തിനറിയാം. ഒരു ദൈവത്തിന് ഇനി ഇത്രയും നമ്മൾ സ്മരിച്ച ദൈവം അല്ലാതെ ഏതൊക്കെ ദൈവങ്ങളുണ്ട്? മഹാലക്ഷ്മി ഇപ്പോൾ നമ്മൾ ഭജിച്ചു. അടുത്തത് ഓർമ്മയിലുള്ള ശിവൻ. ശിവൻ ശിവൻ അങ്ങനെ ഭജിക്കും നമ്മൾ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം കൃപാസമുദ്രം സുമുഖം ത്രിനേത്രം ജടാധരം പാർവതീ വാമഭാഗം സദാശിവം രുദ്രം അനന്തരൂപം ചിദംബരേശം ഹൃദി ഭാവയാമി. ശിവരായോ? ഇനി ആരുണ്ട്? ശിവന് എത്ര മക്കളുണ്ട്? ഗണപതിയും മുരുകനല്ലേ? സുബ്രഹ്മണ്യ സ്വാമി. സുബ്രഹ്മണ്യ സ്വാമി ശിവന്റെ പുത്രനല്ലേ? സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരു മന്ത്രം എന്താണ്? സ്കന്ദായ കാർത്തികേയായ പാർവതീ നന്ദനായ ച മഹാദേവകുമാരായ സുബ്രഹ്മണ്യായ തേ നമഃ. അടുത്ത ആരുണ്ട്? സ്വാമിയേ ആശ്യാമ കോമള വിശാലതനും വിചിത്രം ആശ്യാമ കോമള വിശാലതനും വിചിത്രം ആസോവസാന മരണോത്പല ദാമകസ്തം ഉത്തുംഗരത്നമകുടം ഉദിലാഗ്രകേശം ശാസ്താരമിഷ്ടവരദം ശരണം പ്രപദ്യേ. ഇനി അടുത്താരുണ്ട്? ശ്രീരാമൻ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. ഓക്കെ, ഇനി അടുത്താരുണ്ട്? വെരി ഗുഡ്. ഹനുമാൻ സ്വാമി. മനോജവം മാരുതതുല്യവേഗം
ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി ശ്രീരാമദൂതം ശിരസാ നമാമി ശ്രീരാമദൂതം മനസാ സ്മരാമി. ഓക്കെ, എല്ലാവരും ഇതിലായി. മക്കൾ നിങ്ങളെല്ലാവരും ദിവസവും ഇത് പറയണേ. ഒരു ബുക്ക് സ്വാമി തരും, ബുക്ക് ടൈപ്പ് ചെയ്ത ബുക്ക് സ്വാമി തരും. അത് കണ്ട് എല്ലാ വീട്ടിലും ദിവസവും ഈ ദേവന്മാരെ നിങ്ങൾ പാടി ഭജിക്കണം കേട്ടോ. പാടി ഭജിച്ചാൽ നിങ്ങൾക്ക് നല്ല പഠിത്തം ഉണ്ടാവും, നല്ല ആരോഗ്യം ഉണ്ടാവും, നല്ല ബുദ്ധിശക്തി ഉണ്ടാവും, അച്ഛനും അമ്മയ്ക്കെല്ലാം ശക്തിയും ബുദ്ധിയും സമ്പത്തും ഒക്കെ ഉണ്ടാവും. കുടുംബം നന്നായി വരും. നാമം ജീവിക്കുന്നവർക്ക് മാത്രമേ മുകളോട്ട് അഭിവൃദ്ധിയുള്ളൂ കേട്ടോ. ഈശ്വരാമൻ ജീവിക്കുന്നവരെ ഈശ്വരൻ സദാവി രക്ഷിക്കും അല്ലേ? നമ്മൾ രക്ഷിക്കുന്നത് ആരാണ്? ഈശ്വരൻ. അപ്പോൾ ഈശ്വരൻ സദാ ഇപ്പോഴും സ്മരിച്ചുകൊണ്ടേയിരിക്കണം, ഭജിച്ചുകൊണ്ടേയിരിക്കണം, പാടിക്കൊണ്ടേയിരിക്കണം, സ്തുതിച്ചുകൊണ്ടേയിരിക്കണം. ഈശ്വരനാണ് എൻ്റെ സർവസ്വവും എന്ന് എപ്പോഴും ചിന്തിച്ചുറപ്പിക്കണം. ഓക്കെ, അതാണ് ഇന്നത്തെ ഈ പ്രഭാഷണത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഉദ്ദേശം. ഒക്കെ സ്വാമി പഠിച്ചോളൂ. ഒരു വീട്ടിലൊരു ബുക്ക്, ഓക്കെ, ഒരു വീട്ടിലൊരു ബുക്ക് കൊണ്ടുപോയി ഇതെല്ലാം പഠിക്കുക. അപ്പോൾ ഗുരു ആരാടൊപ്പം? ഇവരെല്ലാവരും ഗുരുക്കന്മാർ തന്നെ അല്ലേ? എല്ലാവരും ഗുരുക്കന്മാരാണ്. അച്ഛനും അമ്മയും മാതാ പിതാ ഗുരുദേവ്. ആദ്യത്തെ ഗുരു ആരാണ്? അമ്മ അല്ലേ? രണ്ടാമത്തെ ഗുരു അച്ഛൻ, മൂന്നാമത്തത് ഗുരു, നാലാമത്തത് ദൈവം. ഗുരു കഴിഞ്ഞിട്ടേ ഉള്ള ദൈവം അല്ലേ? അപ്പോൾ പ്രാധാന്യം ആർക്കാണ്? ഗുരുവിനാണ് പ്രാധാന്യം. അപ്പോൾ ഗുരു വന്ദിക്കുക, സദാസമയം ഗുരുവിനെ വന്ദിക്കുക എന്നാണ് നമ്മുടെ പ്രാർത്ഥന. നിശ്ചിതയിൽ എപ്പോഴും ഗുരു ഉണ്ടായിരിക്കണം, ആ ഗുരുവിനെ എപ്പോഴും വന്ദിക്കണം. ഗുരു നമ്മെ കൈപിടിച്ച് നയിച്ച് മുൻപോട്ട് ഉയർത്തും. വിദ്യാഭ്യാസത്തിലും പഠിത്തത്തിലും ആത്മീയ ഭാവത്തിലും ദൈവത്തെ വിചാരിക്കുവാനുള്ള ആ ബുദ്ധിയും ഗുരു തന്നെ നമുക്ക് പറഞ്ഞു തരാം. ശ്രീകൃഷ്ണ ഭഗവാൻ ഗുരു ഉണ്ടായിരുന്നു. ആരാണെന്നറിയാമോ? ശ്രീകൃഷ്ണ ഭഗവാൻ ഗുരു ഉണ്ടായിരുന്നു. ശ്രീരാമചന്ദ്രന് ഗുരു ഉണ്ടായിരുന്നു. ഇവർക്കെല്ലാം ഗുരുക്കന്മാരുണ്ട്. നമുക്ക് ആരുണ്ട് ഗുരു? മോൻ്റെ ഗുരു ആരാണ്? മോൻ്റെ ഗുരു ആരാണ്? ഇപ്പോൾ ആരുമില്ലല്ലേ? ആരാണ് ഗുരു? ആരാണ്? സ്വാമി. സ്വാമി മനസ്സിലായോ? മന്ത്രോപദേശം. ഇപ്പൊ നമ്മുടെ ഗുരു ഇവിടുത്തെ ഈ പ്രദേശത്തെ എല്ലാ കുടുംബത്തിനെയും ഗുരുസ്ഥാനം ആർക്കാണ്? ആ, സ്വാമി. അപ്പൊ സ്വാമിയെ കൂടെ വന്ന് വണങ്ങണം. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് വണങ്ങണം ഇല്ലേ? ബർത്ത്ഡേ ആഘോഷിക്കില്ലേ? അപ്പോഴൊന്ന് വണങ്ങണം, അനുഗ്രഹം മേടിക്കണം. ഓരോ പ്രാവശ്യം വന്ന് അനുഗ്രഹം മേടിക്കണം. ബർത്ത്ഡേ കുട്ടായി വാങ്ങിക്കൊണ്ട് വരുമോ? ഗുഡ് ഗേൾസ് ആൻഡ് ഗുഡ് ബോയ്സ്. അത് ശീലിക്കണം കേട്ടോ. നമ്മുടെ ധർമ്മം എന്താണ്? ഹിന്ദുക്കളുടെ ധർമ്മം എന്ത് പേരാണ് പറയുന്നത്? സനാതന ധർമ്മം. എന്താണ് സനാതന ധർമ്മം? സനാതനം എന്ന് വെച്ചാൽ എന്നും നിലനിൽക്കുന്നത്, അഴിവില്ലാത്തത്. ബാക്കി എല്ലാ ധർമ്മത്തിനും അഴിവുണ്ട്, പക്ഷെ നമ്മുടെ ധർമ്മത്തിന് അഴിവില്ല. അതിന് പേരെന്താണ്? ധർമ്മത്തിൻ്റെ പേര് സനാതന ധർമ്മം. നമ്മളെല്ലാം ഹിന്ദു വിശ്വാസികളാണ്. ഹിന്ദു വിശ്വാസികൾ, ഹിന്ദു വിശ്വാസികൾ, ഹൈന്ദവരാണ് നമ്മളെല്ലാം. നമ്മുടെ ഈശ്വരനെ ഭജിക്കുന്നവരാണ്. നമ്മൾ പല ഈശ്വരന്മാരെ ഭജിക്കുന്നു. ചിലപ്പോൾ ചിലർ കളിയാക്കും, നിങ്ങളല്ല എത്ര ഓരോ ഞങ്ങൾക്കെല്ലാം ഒരു ദൈവമോട്, നിനക്ക് എത്ര ദൈവം കിട്ടണമെന്നൊക്കെ ചോദിക്കും കൂട്ടുകാർക്ക്. എന്തു പറയും? ഞങ്ങൾക്ക് എല്ലാവരും ദൈവങ്ങളാണ്. ഈ കാണുന്ന പ്രകൃതി എല്ലാം ദൈവങ്ങളാണ് അല്ലേ? ഒരു ആൽമരം കണ്ടു, നിങ്ങൾ നമസ്കരിക്കാറുണ്ട്. ആൽവൃക്ഷം കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ആൽമരം കണ്ടാൽ നമസ്കരിക്കും. ഒരു മയിലിനെ കണ്ടാൽ, മയിൽ പക്ഷിയാണ്,
അതിനെ കണ്ടാൽ നമസ്കരിക്കണം. ഇല്ലേ? കാളെ കണ്ടാലോ? കാളെ കണ്ടാൽ നമസ്കരിക്കണം. ഈ ശിവന്റെ വാഹനം ഏതാണ്? ശിവൻ ഏത് വാഹനത്തിൽ കയറിയാണ് പോണത്? അത് അയ്യപ്പൻ. കാളയുടെ മുകളിലാണ് ശിവൻ പോകുന്നത് അല്ലേ? മുരുകൻ സുബ്രഹ്മണ്യ സ്വാമി ഏത് വാഹനത്തിലാണ് പോകുന്നത്? മയിൽവാഹനം. ഗണപതി ഏത് വാഹനത്തിലാണ് പോകുന്നത്? മൂഷിക വാഹനം. നമ്മുടെ ഗുരുക്കന്മാരാണ്. അപ്പം ഞങ്ങൾ മക്കളാണ് നമ്മുടെ ഗുരുക്കന്മാരല്ലേ? ബാലൻ ഒരു ഗുരുവാണ്. എന്താണ്? ബാലൻ ഒരു ഗുരുവാണ്. ബാലിക ഒരു ഗുരുവാണ് അല്ലേ? കാണുന്നതെല്ലാം ഗുരുക്കന്മാരാണ്. അതാണ് നമ്മുടെ ഹൈന്ദവ സംസ്കാരം. ആരെ കണ്ടാലും നമസ്കരിക്കും. ആരത്തിനെ കണ്ടാലും നമസ്കരിക്കും. സൂര്യനെ കണ്ടാലോ? ചന്ദ്രനെ കണ്ടാലോ? നക്ഷത്രത്തെ കണ്ടാലോ? വെള്ളത്തിനെ കണ്ടാലോ? വായു, ശ്വസിക്കുന്ന വായു കടന്നു വരുന്നു. ഈ അന്തരീക്ഷം വായു ഇല്ലേ? ശ്വസിക്കാൻ വായു വേണ്ട. കാറ്റ്, ആ കാറ്റിനെ നമ്മൾ എന്ത് ചെയ്യും? കാറ്റില്ലെങ്കിലോ ശ്വസിക്കാൻ പറ്റുമോ? മൂക്കടച്ചു പിടിക്കും. എത്ര നേരം പിടിച്ചിരിക്കും? എത്ര നേരം പിടിച്ചിരിക്കാൻ പറ്റും? ശ്വാസം കൊണ്ടില്ലേ? ശ്വാസം കൊണ്ട് അപ്പൊ നമുക്ക് ശ്വസിച്ചുകൊണ്ടിരിക്കണം. ആ വായു, ആ കാറ്റ് എവിടെ നിന്ന് വരുന്നു? നമുക്ക് ചുറ്റും കാറ്റ്, വായു ഉണ്ട്. ആ വായു തന്നിരിക്കുന്നത് ആര്? ആര് തന്നിരിക്കുന്നു? പറയൂ. ഈ ഭാഗം കുടിക്കാൻ വെള്ളം വേണ്ടേ? വെള്ളം ആര് തന്നിരിക്കുന്നു? ഭഗവാൻ. സൂര്യപ്രകാശം വേണ്ടേ? അതാര് തന്നിരിക്കുന്നു? ചന്ദ്രന്റെ പ്രകാശം വേണ്ടേ? ആ പ്രകാശം ആര് തന്നിരിക്കുന്നു? ഭഗവാൻ. ഇങ്ങനെ നോക്കുമ്പോൾ അഗ്നി, തീ, ഈ കാണുന്ന വിളക്ക്, ഈ പ്രകാശം എവിടെ നിന്ന് വന്നു? ആര് തന്നിരിക്കുന്നു? ഈ അഗ്നിദേവൻ, ഭഗവാൻ. നമ്മൾ ഇരിക്കുന്ന സ്ഥലം എവിടെയാണ് ഇരിക്കുന്നത്? ഇപ്പോൾ ഭൂമിയിലല്ലേ? തറയിലിരിക്കുന്നു. തറയില്ലെങ്കിൽ അവിടെ എവിടെ ഇരിക്കും? അന്തരീക്ഷത്തിരിക്കാൻ പറ്റുമോ? ഇപ്പൊ നമുക്ക് ആധാരം ഏതാണ്? ഭൂമിയാണ്. അതും നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവമാണ് അല്ലേ? അപ്പൊ നമുക്ക് ദൈവം, എല്ലാം ദൈവം തന്നെ. ആകാശവും ദൈവം, വായു ദൈവം, പിന്നെ വെള്ളം ദൈവം, അഗ്നി ദൈവം, ഭൂമി ദേവിയും. ഭൂമി ദേവി എന്നാണ് പറയുന്നത്. ദൈവം എല്ലാം ദൈവം. നമ്മൾ മാത്രമേ ഇങ്ങനെ ചിന്തിക്കുന്നുള്ളൂ. ഇപ്പൊ ദൈവം എവിടെ ഇരിക്കുന്നു? എല്ലായിടും ഇരിക്കുന്നു, എല്ലാറ്റിലും ഇരിക്കുന്നു. ഈ അഗ്നിയിലും, വെള്ളത്തിലും, സൂര്യനിലും, ചന്ദ്രനിലും, നക്ഷത്രങ്ങളിലും, പർവ്വതത്തിലും, ചെടികളിലും, മരങ്ങളിലും, പക്ഷിയിലും ഒക്കെ ദൈവം ഇരിക്കുന്നു. പിന്നെ എവിടെ കൂടി ഇരിക്കുന്നു? നമ്മുടെ ശരീരത്തിൽ ദൈവം ഇല്ലെങ്കിലോ നമുക്കെന്ത് സംഭവിക്കും? ഇപ്പൊ നമ്മളെ ആരോഗ്യവനായിട്ട് ജീവനോട് ഇരിക്കുന്ന ആരാണിപ്പോ? ദൈവം. എപ്പോഴും ആ ദൈവത്തെ നമ്മൾ ഭജിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ ആ ദൈവത്തെ കാട്ടിത്തരുന്ന ആളിന്റെ പേരെന്താണ്? ഗുരു. മനസ്സിലായോ? അപ്പൊ ആ ഗുരുവാണ് സർവപ്രധാനം. ആ ഗുരുവിനെ വന്ദിക്കുക. അങ്ങനെയുള്ള ദിവസമാണ് ഇന്ന്. വർഷത്തിലൊരു ദിവസം നമ്മൾ ഗുരു പൂർണിമ ആഘോഷിക്കും. എന്ത് പൂർണിമ? ഗുരു പൂർണിമ. ഗുരുക്കന്മാരെ ആരാധിക്കുന്ന ദിവസമാണ്. വ്യാസൻ കേട്ടിട്ടുണ്ടോ? വ്യാസ ഭഗവാൻ കേട്ടിട്ടുണ്ട്. പത്രമുണ്ട്. ഒരു പടം വരച്ചിട്ടൊരു കുട്ടി, വ്യാസൻ. ഭാഗവതം എഴുതിയത് ആരാണ്? ഭാഗവതം കേട്ടിട്ടുണ്ടോ? നമ്മൾ പുരാണ ഗ്രന്ഥങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉപനിഷത്ത് കേട്ടിട്ടുണ്ടോ? വേദം കേട്ടിട്ടുണ്ടോ? വേദം കേട്ടിട്ടുണ്ടോ? വേദം എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടില്ല. നമ്മുടെ നിയമങ്ങളൊക്കെ എഴുതി വച്ചിരിക്കുന്നത് വേദത്തിലാണ്. വേദമുണ്ട്. പിന്നെ പുരാണം കേട്ടിട്ടുണ്ടോ? സ്കന്ദപുരാണം, ഗരുഡ പുരാണം കേട്ടിട്ടുണ്ടോ? ഇല്ല. കുറെ കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് അതെല്ലാം കേൾക്കാൻ സാധിക്കും. വേദങ്ങൾ അറിയണം, പുരാണങ്ങൾ അറിയണം. ഇതിഹാസം കേട്ടിട്ടുണ്ടോ? വാക്ക് രാമായണം ഒരു ഇതിഹാസമാണ്. മഹാഭാരതം
ഒരു ഇതിഹാസമാണ്. ഭാഗവതം ഒരു പുരാണമാണ്. എന്നൊക്കെ മനസ്സിലായോ? ഇതൊക്കെ നമ്മുടെ ഗ്രന്ഥങ്ങൾ. ക്രിസ്ത്യാനിക്കുള്ള ഗ്രന്ഥത്തിന് പേരെന്താണ്? ബൈബിൾ. മുസ്ലിമിനുള്ള ഗ്രന്ഥത്തിന്റെ പേര് ഖുർആൻ. നമ്മുടെ ഗ്രന്ഥത്തിന്റെ പേര് വെരി ഗുഡ്, ഭഗവത്ഗീത. ഭഗവത്ഗീത എന്താണ്? ആരാന്ന് പറഞ്ഞു കൊടുത്താണ് ഉപദേശം? ശ്രീകൃഷ്ണ ഭഗവാൻ ആർക്ക് ഉപദേശിച്ചു കൊടുത്തു? അർജുനൻ ഉപദേശിച്ചു. നമ്മളെല്ലാം ആരാണ്? നമ്മളെല്ലാം അർജുനന്മാരാണ്, ഇല്ലേ? നമുക്ക് വേണ്ടിയാണ് ശ്രീ ഭഗവാൻ ഭഗവത്ഗീതയിലൂടെ ഉപദേശങ്ങൾ കൊടുക്കും. നിങ്ങൾ ഭഗവത്ഗീത പഠിക്കുന്നുണ്ടോ? ആരെങ്കിലും പഠിക്കണം കേട്ടോ. സ്വാമി പഠിപ്പിച്ചേ. നിങ്ങൾ സ്കൂളിൽ പോകുന്ന വിദ്യാഭ്യാസത്തോടൊപ്പം ഭഗവത്ഗീത, ഈ നേരത്തെ ചൊല്ലിയ നാമങ്ങൾ ഒക്കെ പഠിക്കണം. ഇത് പഠിച്ചാൽ നിങ്ങൾക്കെല്ലാം നല്ല ബുദ്ധിശക്തി ഉണ്ടാവും, നല്ല ഏകാഗ്രത ഉണ്ടാവും. പരീക്ഷയ്ക്ക് ഒക്കെ പോകുമ്പോഴേക്കും നല്ലവണ്ണം എഴുതാൻ സാധിക്കും. 100ന് 100 മാർക്കും പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഈശ്വരൻ എന്താണെന്ന് മനസ്സിലായോ? ആ ഈശ്വരൻ വാങ്ങട്ടെ. നമുക്ക് ഉള്ളിലുള്ള ഈശ്വരനാണ്. ഈശ്വരൻ ഇവിടെ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? മരിക്കാതിരിക്കണമെങ്കിൽ ആരുടെ സാന്നിധ്യം വേണം? ഈശ്വര സാന്നിധ്യം. അപ്പൊ സദാസമയം കൃഷ്ണനെ ഇഷ്ടപ്പെട്ട ആൾക്കാർ എത്ര പേരുണ്ട് ഇവിടെ? നിങ്ങളെല്ലാം കൃഷ്ണന്മാരാണ്. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗൽഗുരും. കൃഷ്ണം വന്ദേ ജഗൽഗുരും. സ്വാമി ഗുരുവാണ്. ജഗൽഗുരു ആരാണ്? കൃഷ്ണൻ. പിന്നെ ശിവഭക്തന്മാരാരൊക്കെയുണ്ട്? ശിവഭക്തന്മാര് ആ ശിവനാമം സദാ ജപിക്കണം. കൃഷ്ണഭക്തന്മാര് കൃഷ്ണന്റെ മന്ത്രം സദാ ജപിക്കണം. പിന്നെ ദേവീഭക്തരുണ്ടല്ലോ. ദേവീഭക്തരുണ്ടെങ്കിൽ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. രാമഭക്തന്മാർക്ക് രാമൻ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഇങ്ങനെ ഓരോരുത്തർ എല്ലാ നാമങ്ങളും സദാ ചൊല്ലണം. നാമങ്ങളൊക്കെ ചൊല്ലുമ്പോൾ നമ്മുടെ നാഴി ഞരമ്പുകളെല്ലാം ശരിയാവും. അടുത്തതിലൊക്കെ നല്ല സാമർഥ്യം വരും. ചീത്ത കൂട്ടുകെട്ടിലൊന്നും പോവില്ല. കൂട്ടുകാരന്മാരുണ്ടെന്നെങ്കിലും നല്ല കൂട്ടുകാരുണ്ടോ? ചീത്ത കൂട്ടുകാരോ? നല്ല ചീത്ത കൂട്ടുകാർ ആരും ഇല്ലല്ലോ. അത് ചീത്ത കൂട്ടുകാരില്ലാത്ത അവസ്ഥ സൃഷ്ടിച്ച് തരുന്ന ആരാണ്? ചീത്ത കൂട്ടുകാരോട് പോയാൽ നമ്മുടെ മാർഗം തെറ്റിപ്പോകും, അല്ലേ? വഴി വിട്ടുപോകും. അങ്ങനെ പറ്റാമോ? നമുക്ക് പറ്റിക്കൂടാ. നമ്മളെ രക്ഷിക്കുന്നത് ആര്? ഈശ്വരൻ. എപ്പോഴും ഈശ്വര വിചാരത്തോട് പോയാൽ ദുഷ്ട കൂട്ടുകാരന്മാരും നമ്മളോടെ വരില്ല. നല്ല ചെറിയ പാട്ട് കൂടെ പാടും കേട്ടോ. ഹരിരാമ ചൊല്ലിക്കൊണ്ട് എല്ലാവരും. ഉറച്ചെല്ലാവരും ഉറച്ച് ഉറച്ച്. കുറെ കൂടെ ഉറച്ച്. ഹരേ
രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഒന്നുകൂടെ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഈ മന്ത്രം ഇങ്ങനെ ഉറച്ചു ചെല്ലുമ്പോൾ ഈ അന്തരീക്ഷമൊക്കെ ശുദ്ധമാവും. ഈ അന്തരീക്ഷമൊക്കെ ശുദ്ധമാവും. ഇപ്പം നിങ്ങൾക്ക് ഈശ്വരനെ നമ്മളെ ചീത്ത കുട്ടികളിൽ നിന്ന് രക്ഷിക്കണം. അപ്പൊ ചീത്ത കുട്ടികളെ ദൈവം തന്നെ നോക്കി ചീത്തക്കുട്ടികളെ ആക്കിയതായല്ലേ? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ചീത്തക്കുട്ടികൾ എങ്ങനെ ചീത്തക്കുട്ടികൾ എങ്ങനെ ഉണ്ടായെന്നാണ് ഡൗട്ട്. നല്ല കുട്ടികളും ചീത്തക്കുട്ടികളും. ചീത്തക്കുട്ടികൾ എങ്ങനെ ഉണ്ടായി? ആരാണ് ചീത്തയാക്കിയത്? ആരാണ് ചീത്തയാക്കിയത്? ആ കുട്ടിയെ ആലോചിച്ച് നോക്കുക മക്കളെ. ആരായിരിക്കണം ആ കൊച്ചി? സ്വയം ചീത്തയാവില്ല. ആ ചീത്ത ആകാതിരിക്കാൻ ശ്രമിക്കുന്നത് ആരായിരുന്നു? ആ കുട്ടിയുടെ ഉള്ളിലുള്ള ഈശ്വരൻ കുഴപ്പമില്ല. ഈ മോൻ പറഞ്ഞത് ശരി. ആ കുട്ടിയുടെ അച്ഛനും ഒരു കൊച്ചുകുട്ടി ജനിക്കുമ്പോൾ ആ കൊച്ചുകുട്ടി ചീത്തക്കുട്ടിയായി മാറുന്നതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ആ കുട്ടിയുടെ മാതാപിതാക്കൾ. എൻ്റെ സംശയം അറിയാം. അപ്പോൾ എന്ത് വേണം? അച്ഛനമ്മമാർ കുട്ടികളെ നല്ല രീതിയിൽ വളർത്തണം. ഇപ്പം നമ്മൾ കുറേ നാമങ്ങൾ ചൊല്ലില്ലേ? ആ നാമങ്ങൾ ചൊല്ലി കേൾപ്പിച്ച് വളർത്തണം. എന്ത് വീട്ടിൽ സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തുമോ? നിങ്ങളെല്ലാവരും വീട്ടിൽ വിളക്ക് കൊളുത്തണം. കൊളുത്തി അവൻ്റെ വിളക്കിന് മുമ്പിലിരുന്ന് ഇപ്പം നമ്മൾ കേട്ടില്ലേ നാമങ്ങൾ? ഒരു 10 മിനിറ്റെങ്കിലും നാമങ്ങൾ ചൊല്ലണം. ചെറിയ പ്രായത്തിൽ 3 വയസ്സ് മുതൽ 4 വയസ്സ് മുതൽ ഈ നാമങ്ങൾ കേട്ട് വളർത്തുന്ന കുട്ടികൾ ചീത്തക്കുട്ടികളാവുമോ എന്നെങ്കിലും? ആവില്ല. നല്ല കുട്ടികളായി വളരും. അവർക്ക് ഈശ്വരൻ്റെ ഭയമുണ്ട്, അച്ഛൻ്റെ ഭയമുണ്ട്, അമ്മയുടെ ഭയമുണ്ട്, ആദരവുണ്ട്, ബഹുമാനമുണ്ട്, ഗുരുക്കന്മാരുടെ ബഹുമാനമുണ്ട്, എല്ലാത്തിനും ബഹുമാനമുണ്ട്, കൂട്ടുകാർക്ക് ബഹുമാനമുണ്ട്, ലോകത്തോട് ബഹുമാനമുണ്ട്, ഈശ്വരനോട് ബഹുമാനമുണ്ട്. ആ കുട്ടികളെല്ലാം എങ്ങനെ വളരും? നല്ല കുട്ടികളായി, മേന്മയുള്ള കുട്ടികളായിട്ട് വളരും. അപ്പം അതിനെന്താ മാർഗം? എളുപ്പ മാർഗം എന്താണ്? ഈശ്വരനാമം സദാ ജപിക്കുക. ഇപ്പം ചീത്തക്കുട്ടിക്ക് ന്യായം മനസ്സിലായോ? ഏതെങ്കിലും ചീത്തക്കുട്ടികൾ കണ്ടാൽ നമ്മൾ പതുക്കെ എന്ത് ചെയ്യണം? കൂട്ടുകെട്ടിൽ മാറിപ്പെടും. ആ കുട്ടികളെ ചീത്തയാക്കിയത് ആരാണപ്പോൾ? മാതാപിതാക്കൾ. നിങ്ങളൊക്കെ ഇപ്പം നല്ല കുട്ടികളായ കാരണം എന്താണ്? നല്ല അച്ഛനും അമ്മയും നിങ്ങൾ നല്ല രീതിയിൽ വളർത്തി. ഓക്കെ, ഞാനൊരു പാട്ട് പാടിത്തരാം. ദൈവമേ കൈതൊഴാം കേൾക്കുമാർ. കേട്ടിട്ടില്ലേ പാട്ട്? ഞാൻ പാടിത്തന്നെ, കേട്ടോളി. ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം. പറയും എല്ലാവരും കേട്ട്. ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം. പാവമാം എന്നെ നീ കാക്കുമാറാകണം. പാവമാം എല്ലാവരും ഏറ്റവും പാവമാം എന്നെ നീ കാക്കുമാറാകണം. എന്നുള്ളിൽ ഭക്തി ഉണ്ടാകുമാറാകണം. നിന്നെ ഞാൻ എന്നുമേ കാണുമാറാകണം. നേർവഴിക്കെന്നെ നീ കൊണ്ടുപോയിടണം. നേർവരും സങ്കടം ഭസ്മമാക്കിയിടണം. ദുഷ്ട സംസർഗം വരാതെയായിടണം. ശിഷ്ടരായുള്ളവർ തോഴരായിടണം. ദുഷ്ട സംസർഗം വരാതെയായിടണം. ശിഷ്ടരായുള്ളവർ തോഴരായിടണം. നല്ല കാര്യങ്ങളിൽ പ്രേമമുണ്ടാകണം.
നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം. കൃത്യങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധയുണ്ടാകണം. സത്യം പറഞ്ഞിടാൻ ശക്തിയുണ്ടാകണം. കൃത്യങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധയുണ്ടാകണം. സത്യം പറഞ്ഞിടാൻ ശക്തിയുണ്ടാകണം. ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം. പാവമാം എന്നെ നീ കാക്കുമാറാകണം. പാവമാം എന്നെ നീ കാക്കുമാറാകണം. ഈ പ്രാർത്ഥന ഇഷ്ടപ്പെട്ട മക്കളെ സ്വാമി ഇന്ന് കോപ്പി എടുത്ത് തരും കേട്ടോ. കോപ്പി നിങ്ങളെല്ലാവരും ഉണ്ടോ? ഇല്ല, ഞാൻ സ്വാമിക്ക് വാട്സാപ്പിൽ അയച്ചു കൊടുക്കാം. സ്വാമി ഇതെടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് നിങ്ങൾ തരും. സ്വാമി എടുത്തൊന്നും മേടിച്ച് പാടും. ദിവസവും ഇത് പാടണം. ഇത് പാടിയാൽ എല്ലാ പഠിത്തത്തിലൊക്കെ നല്ല ശ്രദ്ധ ഉണ്ടാവും. കൂട്ടുകാർക്ക് ചേരുമ്പോൾ നേരത്തെ പറഞ്ഞു പോലെ നല്ല കൂട്ടുകാർക്ക് ചേരും. അച്ഛനെ അമ്മയും ബഹുമാനിക്കും, സാറന്മാരെ ബഹുമാനിക്കും, ഗുരുക്കന്മാരെ ബഹുമാനിക്കും. നല്ല കുട്ടികളായി വളരും. നല്ല സ്വഭാവ ശുദ്ധിയുള്ള കുട്ടികളായിട്ട് വളരും. എന്താണ് സ്വന്തം ഭാവം? നല്ല ഭാവമുള്ള കുട്ടി, അതാണ് സ്വഭാവം. ആര് ചോദിച്ചാലും നല്ല കുട്ടി, നല്ല കുട്ടി എന്ന് പറയണ്ടേ അല്ലേ? അപ്പം എല്ലാവരും ആ കുട്ടി നല്ല കുട്ടി, നല്ല കുട്ടി, ഗൗരി നല്ല കുട്ടി, നല്ല കുട്ടി പറയുന്നു. ഇവരുടെ പേരെടുത്ത് വരുമ്പോൾ എല്ലാവരും ഇതുപോലെ പാട്ടൊക്കെ പാടി ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തെ വണങ്ങി ഭജിച്ച് ജീവിതം നയിക്കുക. ഓക്കെ. സ്വാമിയുടെ പേര് ജനാർദ്ദനൻ. എന്താണ്? ജനാർദ്ദനൻ. നിങ്ങളെ പോലെ കൊച്ചായിരുന്നു അമ്പലത്തിലേക്ക് പോയി വിളക്ക് കത്തിച്ച് വെച്ച് നാമം ചൊല്ലി അമ്പലത്തിൽ പോയി നാമങ്ങളൊക്കെ പാടി കുത്തിയിരുന്ന് പഠിച്ച് പരീക്ഷയിൽ 100 മാർക്കും മേടിച്ച് അങ്ങനെയാണ് വളർന്നത്. വളർന്ന് ഉദ്യോഗം കിട്ടി, ഉദ്യോഗസ്ഥനായി, ശമ്പളം മേടിച്ചു, പ്രകടനം നടന്നു, കല്യാണം കഴിച്ചു, കുട്ടികൾ ആയി. കുട്ടികളെല്ലാം കല്യാണമെല്ലാം കഴിച്ചയച്ചു. ഇപ്പോൾ സ്വതന്ത്രനായി, ഓഫീസ് ഭരിച്ചു, അവിടെ നിന്ന് റിട്ടയർ ചെയ്തു, കുടുംബം ഭരിച്ചു, കുടുംബത്തിൽ നിന്ന് റിട്ടയർ ചെയ്തു. ഇപ്പോൾ ബാക്കി ജീവിതം നിങ്ങളെപ്പോലുള്ള കുട്ടികളെ നന്നാക്കി എടുക്കുക, എന്നെപ്പോലെ ആക്കി എടുക്കുകയാണ് ഞാൻ. എന്നെപ്പോലെ നിങ്ങളും ആകണം എന്ന താല്പര്യമുള്ളതുകൊണ്ടാണ് ഇവിടെ തിരുവനന്തപുരത്ത് നിന്നും ഇവിടെ വന്ന് സ്വാമിയുടെ സന്നിധിയിൽ വന്ന് സ്വാമിയുടെ അനുഗ്രഹം മേടിച്ച് നിങ്ങളെ കണ്ട് നിങ്ങൾക്ക് ഈ ഉപദേശം തരാൻ. ഓക്കെ. ഇതുപോലെ നിങ്ങളും പഠിച്ച് വിഷുവിനെ ഭജിച്ച് വളർന്ന് നല്ല പൗരന്മാരായി വീട്ടിനും നാട്ടിനും മുതുകുള്ള വീടാ പ്രദേശത്തുള്ള കുട്ടികൾ നല്ല കുട്ടികൾ, എല്ലാം നല്ല കുട്ടികൾ, എല്ലാം നല്ല സ്വഭാവമുള്ളവർ, നല്ല മാർക്ക് പഠിക്കുന്നു. +2 എല്ലാവർക്കും A+, +2 എല്ലാവർക്കും A+, എല്ലാവരും എഞ്ചിനീയർ, ഡോക്ടർ, പ്രൊഫസർ, അങ്ങനെ എല്ലാവരും നല്ല മാർക്ക് ജീവിച്ച് നാട്ടിനും നമ്മുടെ രാജ്യത്തിനും പേരെടുക്കാനുള്ള ഉത്തരവാദിത്തം ആരിൽ നിക്ഷിപ്തമാണിപ്പോൾ നിങ്ങളെപ്പോലുള്ള ചെറിയ കുട്ടികൾ. നിങ്ങൾ അതുപോലെ വളർന്നാൽ നിങ്ങൾക്ക് ഏത് പദവിയും എത്താം അല്ലേ? അങ്ങനെയുള്ള പ്രാരംഭമാണ്.